മക്കളെ, ഇന്ന് നമുക്ക് ഗർ പേട് ആർ താരേക്ക് യാദ് എന്ന ലോകകഥയിലെ ക്വസ്റ്റ്യൻ ആൻസർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഒക്കെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യുദ്ധ കെ ശിക്കാർ ലോഗോं को कौन कौन सी പരേശാനിയാം ജേൽനി പड़ती है. യുദ്ധത്തിന്റെ ഇരകൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. युद्ध के शिकार लोगों को कई പരേശാനിയാ ജയിലിനെ പടുത്തി ഹെ. യുദ്ധത്തിന് ഇരകളാകുന്നവർക്ക് പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഹസാരോ ലോഗ് മാർ ജായേക, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും. അതുപോലെ തന്നെ ഉൻകെ ഗർ ഓർ ഫസലേ നഷ്ട ഹോ ജായെങ്കി, അവരുടെ വീടും വിളവുകളും നശിക്കപ്പെടും. ഉൻകെ സബി സമ്പത്തി ഓർ ഗർവാലെ നഷ്ട ഹോ ജായെങ്കി, അവരുടെ എല്ലാ സമ്പത്തും അതുപോലെ തന്നെ വീട്ടിലെ കുടുംബാംഗങ്ങളും എല്ലാം നഷ്ടമാകും. ബീമാരിയാം ഫൈൽ ജായേഗി, അസുഖങ്ങൾ വ്യാപിക്കും. असहाय लोग अपने देश छोड़कर चलना भी पड़ेंगे. നിസ്സഹായരായ ആളുകൾ സ്വന്തം രാജ്യം വിട്ട് ഓടിപ്പോകാൻ പോലും നിർബന്ധിതരാകും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. हम किसी तरह पहुंच जाएंगे, इस कथन से बच्चों का कौन सा मनोभाव प्रकट होता है. ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും എന്ന പ്രസ്താവനയിൽ കുട്ടികൾ ഏത് വികാരമാണ് പ്രകടിപ്പിക്കുന്നത്? തീവ്ര ഇച്ഛാക്ക മനോഭാവ്. ഏത് മനോഭാവമാണ്? തീവ്ര ഇച്ഛാക്ക മനോഭാവ്. തീവ്ര ഇച്ഛാക്ക മനോഭാവ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ബच्चे क्यों പരേശാൻ ഹേ, കുട്ടികൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്, വിഷമിക്കുന്നത് എന്തിനാണ്? ബच्चों को अपने देश और माता पिता को देखने की बड़ी इच्छा थी. കുട്ടികൾക്ക് അവരുടെ നാടിനെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ലേക്കിൻ അഭിഭാവകോനെ ഉന്നെ നഹീ ജാനെ ദിയ, പക്ഷേ അവരുടെ അഭിഭാവകർ അവിടെ ഉണ്ടായിരുന്ന രക്ഷാകർത്താക്കൾ അവരെ പോകാൻ അനുവദിച്ചില്ല. ഇസ്ലിയെ വേ പരേശാൻ ഹെ, ഇതുകൊണ്ടാണ് അവർ വിഷമത്തിലായത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. उन्हें गाने और रात बिताने के लिए जगह मिलती. यहाँ ശരണാർത്ഥിയോं के प्रति लोगों का कौन सा മനോഭാവ പ്രകട होता है എന്നാണ് ചോദ്യം. അവർ ഭക്ഷണവും രാത്രി തങ്ങാൻ സ്ഥലവും ബിതാനെ കെ ലിയെ ജഗഹ് മിൽത്തി രഹി, അവർക്ക് ഉറങ്ങാനുള്ള സ്ഥലവും കിട്ടിപ്പോന്നു. തുടർന്ന് അതങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. അഭയാർത്ഥികളോടുള്ള ഏത് മനോഭാവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? അഭയാർത്ഥികളോടുള്ള ഏത് മനോഭാവമാണ്? ശരണാർത്ഥിയോं के प्रति लोगों की സഹാനുഭൂതി യഹാ പ്രകട होता है. അഭയാർത്ഥികളോടുള്ള അവിടെയുള്ള ആളുകളുടെ സഹതാപമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം. अपने लक्ष्य पर पहुंचने का संकेत मिलने पर भाई बहन आंसू बहा रहे, इसका कारण क्या होगा? ലക്ഷ്യത്തിലെത്തി എന്ന സൂചന ലഭിച്ചപ്പോൾ സഹോദരീ സഹോദരന്മാർ കണ്ണുനീർ പൊഴിക്കുന്നു. ഇതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. हम बड़ी कठिनाइयां सहकर अपने लक्ष्य पर पहुंचते वक्त हमारा मन भर जाएगा, खुशी से आंखें भी भरेगी. यहाँ वे बच्चे अपने लक्ष्य पर पहुंचते वक्त खुशी से उनकी आंखों से आंसू बह रहा है. വലിയ പ്രയാസങ്ങൾ സഹിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ഹൃദയത്തിൽ നല്ല സന്തോഷമുണ്ടാവും. നമ്മുടെ കണ്ണുകളും സന്തോഷത്താൽ നിറഞ്ഞിരിക്കും.
യഹാ വേ ബच्चे अपने ലക്ഷ്യ पर पहुंचते वक्त ഇവിടെ ആ കുട്ടികൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഖുശീസെ ഉൻകി ആങ്കോം സെ ആംസു രഹാ ഹേ അവരുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. लेकिन हमारे दिल में खुशी की कोई उम्मीद नहीं है. लेकिन हमारे दिल में खुशी की कोई उम्मीद नहीं है. उनकी जिंदगी से इस कदम का क्या സംബന്ധ ഹേ എന്നാണ് ചോദ്യം. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തിന് ഒരു പ്രതീക്ഷയുമില്ല. ഈ പ്രസ്താവനയിൽ അവരുടെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. उनके बच्चे कुछ साल पहले युद्ध के दौरान उनसे बिछुड़ गए थे. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധസമയത്ത് അവരുടെ കുട്ടികൾ അവരെ വേർപിരിഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. भाई बहन और माँ बाप के मिलन के वक्त प्रकृति भी खुश है. कहानी के कुछ उदाहरण पेश करीം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളും മാതാപിതാക്കളും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രകൃതിയും സന്തോഷിക്കുന്നു. കഥയിൽ നിന്ന് അതിനുള്ള ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. सुबह सुबह सनोबर पेड़ की शाखाओं में दो പക്ഷി बहुत मिडास के साथ गा रहे थे. അതിരാവിലെ ഒരു പൈൻ മരക്കൊമ്പിലിരുന്നിട്ട് പക്ഷികൾ മധുരമായി പാടുന്നു. आसमान के तारा भी पत्तियों के बीच पहले से कहीं ज्यादा चमक रहा है. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇലക്കടിയിൽ എക്കാലത്തെയും പോലെ വളരെയധികം നന്നായിട്ട് സ്യാദാ ചമക് രഹാ ഹേ നന്നായിട്ട് തിളങ്ങുന്നു. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ഹമാരി ബഡ്കൻ ഖത്മ ഹോ ഗയി ഹേ ക്യാ സംസാർ കെ സാരെ ശരണാർത്ഥി ഇസ് तरह अपने घर पहुंच पाते हैं. अपनी राय बताइए. നമ്മുടെ അലഞ്ഞുതിരിയൽ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളും ഈ രീതിയിൽ വീട്ടിലെത്തുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. सभी शरणार्थियों को अपने घर वापस नहीं पहुंच पाता है. എല്ലാ അഭയാർത്ഥികൾക്കും വീട്ടിലെത്താൻ കഴിയണമെന്നില്ല. शायद कुछ लोग वापस आ जाएंगे. ഒരു പക്ഷേ ചിലർ മടങ്ങി വന്നേക്കാം. सभी शरणार्थियों के मन में अपने घर पहुंचने की इच्छा होगी. എല്ലാ അഭയാർത്ഥികൾക്കും സ്വന്തം വീട്ടിലെത്താൻ ആഗ്രഹമുണ്ടാകും. वे उसके लिए कोशिश भी करेंगे. അവർ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. लेकिन सब सफल न होंगे. പക്ഷേ എല്ലാവരും വിജയിക്കുകയില്ല. അടുത്ത क्वेश्चन. अपने घर वापस पहुंचने के लिए भाई बहन किन किन निशानों की याद करते हैं കഹാനി സെ ടൂണ്ട്കർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെത്താനുള്ള വഴി കണ്ടെത്താൻ സഹോദരങ്ങൾ എന്തൊക്കെ അടയാളങ്ങളാണ് അന്വേഷിക്കുന്നത്? കഥയിൽ നിന്ന് അവ കണ്ടെത്തി എഴുതുക. ആംഗൻ മേഘടെ സനോബർ കാ പേട്. മുറ്റത്ത് നിൽക്കുന്ന സനോബർ മരം. हर सुबह सनोबर के पेड़ पर बैठकर गाने दो പക്ഷി. ഓരോ പ്രഭാതത്തിലും സനോബർ പേടിലിരുന്ന് പാടുന്ന രണ്ട് പക്ഷികൾ. रात में सनोबर की शाखाओं के बीच से देखता चमकीला तारा. രാത്രിയിലെ പൈൻ മരക്കൊമ്പുകൾക്കിടയിലൂടെ തിളങ്ങുന്ന നക്ഷത്രം. അടുത്തത്. भाई बहन को अपने घर पहुंचने में कईयों ने अपनी भूमिका निभाई है. ऐसी प्रसंग कहानी से चुनकर लिखे. സഹോദരനും സഹോദരിക്കും വീട്ടിലെത്താൻ സഹോദരനെയും സഹോദരിയെയും
എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ സഹായിച്ചതിൽ പലരും പങ്കുവഹിച്ചിട്ടുണ്ട്. കഥയിൽ നിന്ന് അത്തരം ഒരു സംഭവം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരനും സഹോദരിയും വീട്ടിലെത്താൻ വേണ്ടി പലരും സഹായിച്ചു അല്ലേ. അപ്പം അത് നമുക്ക് ഉദാഹരണം നോക്കാം, ആൻസർ നോക്കാം. ഗീത് ഗാനെ വാലെ ദോ ചോട്ടെ പക്ഷിയോനെ രാസ്ത ദിഖായ. രണ്ട് ചെറിയ പാട്ട് പാടുന്ന പക്ഷികൾ വഴി കാണിച്ചു. ബച്ചോം കെ മാതാപിതാ ബോൽത്തി ഭാഷ ബോൽനെ വാലി ലടുക്കിക്കോ ദേക്ക. കുട്ടികളുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന അതേ ഭാഷ സംസാരിക്കുന്ന പെൺകുട്ടിയെ കണ്ടു. रास्ते में कई लोगों ने उन्हें गाना और रात बिताने की जगह दिया. വഴിയിൽ പലരും അവർക്ക് ഭക്ഷണവും രാത്രി തങ്ങാൻ സ്ഥലവും നൽകി. ഉൻകെ പിതാക്കെ ഗോഡെ ഗഡെ രഹെ ഗലിഹാൻ ദേക്ക. അവരുടെ അച്ഛൻ്റെ കുതിരകളുടെ ആ കളപ്പുര ഗഡെ രഹെ ഗലിഹാൻ കളപ്പുര കണ്ടു. ഉൻകി മാം മാവേശിയോ കെ ലിയെ പാനിയിലായി കുവാൻ ദേക്ക. അവരുടെ അമ്മ കന്നുകാലികൾക്ക് വെള്ളം കോരുന്ന കിണർ കണ്ടു. അടുത്തത് സഹി മിലാനാണ്. പാത്ര കഥൻ മനോഭാവ്. കഥാപാത്രവും അതുപോലെ തന്നെ കഥൻ പ്രസ്താവനയും മനോഭാവവുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബായി സഹോദരൻ. अब हमें अपना घर मिल गया है, हमारी बड़कन खत्म हो गई है. ഇന്ന് നമ്മൾ അപ്പന ഘർ സ്വന്തം വീട്, ഇപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു. ഹമാരി ബഡ്കൻ ഗതം ഹോ ഗയി ഹെ, നമ്മുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. സഫലതാപ്പർ ഖുഷി. എന്താണത്? സഫലതാപ്പർ ഖുഷിയാണ്, വിജയത്തിൽ സന്തോഷം. അടുത്തത് അഭിഭാവകാണ്. ഘർ ലൗട്ടെ ഹുയെ തും മുസീബത്ത് മേ ഹി പടോഗി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ കുഴപ്പത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെടും. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഭായി ബഹൻ കെ ഭവിഷ്യ പർ ആശങ്ക. സഹോദരങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഭയമാണ്. അടുത്തത് ബഹനാണ്. ഭായി ഹം ഗഡി പഹാഡിയോ പർ കൈസേ പഹുഞ്ചെങ്കെ. സഹോദര, കുത്തനെയുള്ള കുന്നുകളിൽ നമ്മൾ എങ്ങനെ എത്തും? രാസ്തേക്ക് ബാധാവോ കാ ഡർ. വഴിയിലെ തടസ്സങ്ങളെ കുറിച്ചുള്ള ഭയം. അടുത്തത് മാമാണ്, അമ്മയാണ്. മുझे पता था कि आज कोई अच्छी बात होने वाली है. ഇന്ന് എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. ജീവൻ മേ ഖുഷിയോ കെ ലൗട്ട് ആനെ കി പ്രതീക്ഷ. ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചു വരാനുള്ള കാത്തിരിപ്പ് അല്ലേ, ആ ഒരു പ്രതീക്ഷയാണ് അവിടെ പ്രകടമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചരിത്ര പർ ടിപ്പണിയാണ് അടുത്തത്. ചരിത്ര പർ ടിപ്പണി. ഇസ് കഹാനി കാ കോൻ സാ പാത്ര ആപ്കെ അധിക് പസന്ത് ആയ ക്യോം. ഈ കഥയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. आंसर നോക്കാം. इस कहानी का भाई मुझे अधिक पसंद आया. अपने घर पहुंचकर माता पिता से देखने की इच्छा उन पर अधिक थी. वह अपनी बहन को संभाल कर रहता था. ഈ കഥയിലെ സഹോദരനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വീട്ടിലേക്ക് മടങ്ങാനും മാതാപിതാക്കളെ കാണാനും അവൻ കൂടുതൽ ആഗ്രഹിച്ചു. അവൻ തൻ്റെ സഹോദരിയെ പരിപാലിച്ചു. കഹാനിക്ക് ബായിക്ക് ചരിത്ര പർ ടിപ്പണി ലിഖേം എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കഥയിലെ സഹോദരൻ്റെ
ചരിത്ര पर टिप्पणी സ്വഭാവ സവിശേഷത കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. घर पेड़ और तारे की याद ലോകകഥ का മുഖ്യ പാത്ര ഹെ ബായി. घर पेड़ और तारे की याद എന്ന ലോകകഥയിലെ പ്രധാന കഥാപാത്രമാണ് ബായി. വഹ് സച്ചാ ബായി ഹെ. അവൻ നല്ല ഒരു സഹോദരനാണ്. ഉസ്മേ ബായി ചാര ദേഖ് സക്തേ ഹെ. നമുക്ക് അവനിൽ സാഹോദര്യം കാണാൻ കഴിയും. ഭായിച്ചാര പറഞ്ഞ സാഹോദര്യം. युद्ध के कारण माता पिता से बिछुड़ जाने पर भी वह छोटी बहन का संरक्षण करता है. യുദ്ധം കാരണം വേർപിരിഞ്ഞതിനു ശേഷവും അവൻ തൻ്റെ സഹോദരിയെ സംരക്ഷിക്കുന്നു. ദൂർ ദേശമേ ഉന്നെ സഹാര മിൽത്താ ഹെ. ദൂരെയുള്ളൊരു ദേശത്ത് അവർക്ക് ആശ്രയം ലഭിക്കുന്നു. വർഷ ബീത്ത് ജാത്താ ഹെ. വർഷങ്ങൾ കടന്നു പോകുന്നു. ഫിർ ബി വഹ് മാം ബാപ്പ് സേ മിൽനെ ആത്താ ഹെ. എന്നിട്ടും അവർ അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടിയിട്ട് വരുന്നു. മാതാപിതാക്കളെ കാണാൻ മടങ്ങുന്നു. രാസ്ത അപരിചിതത. വഴി അപരിചിതമായിരുന്നു. ഫിർ ബി ആത്താ ഹെ. എന്നിട്ടും അവർ വരുന്നു. അപ്നി ബഹൻ കാ ഗൂബ് ഗ്യാൽ രഘുക്കർ. തൻ്റെ സഹോദരിയെ വളരെയധികം പരിപാലിച്ചുകൊണ്ട് അവൻ വരുന്നു. इस प्रकार बाई के चरित्र में हम भाईचारा माँ बाप के प्रति प्यार साहस आदि गुण देख सकते हैं. ഇങ്ങനെ സഹോദരന്റെ സ്വഭാവത്തിൽ സാഹോദര്യം, മാതാപിതാക്കളോട് സ്നേഹം, ധൈര്യം തുടങ്ങിയ ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ ചരിത്ര पर टिप्पणी എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ബഹുത്ത് भड़कने के बाद भाई बहन अपने माता पिता से मिल सके. इस प्रसंग का संवाद लिखे और कक्षा में रोल प्ले प्रस्तुत करें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം സഹോദരങ്ങൾ ഒടുവിൽ അവരുടെ മാതാപിതാക്കളുമായി വീണ്ടും ഒന്നിക്കുന്നു. ഈ എപ്പിസോഡിനായിട്ട് എന്താ പറയുക, ഒരു സംഭാഷണം എഴുതാനും അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംഭാഷണം എഴുതിയത് നോക്കാം. ബൂഡ, വൃദ്ധൻ പറയാണ്, വസന്ത് ഫിർസെ ആഗയാ ഹെ. വസന്തം വീണ്ടും വന്നിരിക്കുന്നു. പക്ഷി ഗാ രഹേ ഹെ. പക്ഷികൾ പാടുന്നു. ഫൂൽ ജഗ ജഗ ജാങ് രഹാ ഹെ. പൂക്കൾ എല്ലായിടത്തും എത്തി നോക്കുന്നു. അതായത് പൂക്കൾ വിരിയുന്നു എല്ലാ സ്ഥലങ്ങളിലും. ലേക്കിൻ ഹമാരേ ദിൽ. പക്ഷേ നമ്മുടെ മനസ്സിൽ, ദിൽ മേ ഖുശി കി കോയി ഉമ്മീദ് നഹി ഹെ. നമ്മുടെ മനസ്സിന് മാത്രം സന്തോഷത്തിൻ്റെ ഒരു വിശ്വാസവും ഇല്ല എന്ന് പറയുകയാണ്. ഇനി സന്തോഷം വരും എന്ന കാര്യത്തിൽ പോലും ഒരു വിശ്വാസവും ഇല്ല എന്ന് പറയുന്നു വൃദ്ധൻ. ദർവാസ ഗുൽത്താ ഹെ. ആ സമയത്ത് വാതിൽ തുറക്കുന്നു. ഏക് ലടുക്ക और ഏക് ലടുക്കി അന്തർ ആത്തി ഹെ. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അകത്തേക്ക് വരുന്നു. പത്നി, കോയി ആ രഹാ ഹെ. ഭാര്യ പറയാണ്, ആരോ വരുന്നുണ്ട്. ലടുക്ക, ജി ഹമേ കുച്ച് ഗാനാ ദേഗേ. അപ്പം എന്താണ്, ആ ആൺകുട്ടി പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ? ബൂഡ, ബച്ചേ ആവോ, പാസ് ആവോ, ആജ് രാത് ഹമാരെ സാത്ത് രഹോ, ഹമാരെ ബച്ചേ അഗർ ഹമാരെ പാസ് ഹോത്തേ തോ. കുട്ടികളെ അടുത്തേക്ക് വരൂ, ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം നിൽക്കൂ. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ. ബിൽക്കുൽ തുമാരെ ജൈസെ സുന്ദർ ഹോത്തെ. തികച്ചും നിങ്ങളെ പോലെ സുന്ദരന്മാരാകുമായിരുന്നു. बूटे की आंखों से आंसू आते हैं. लड़का और लड़की दौड़कर उनके पास आते हैं और उनके गले लगा लेते हैं. ആ വൃദ്ധന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നു. ആൺകുട്ടിയും പെൺകുട്ടിയും ഓടി വന്നിട്ട് ഉനിക്കെ പാസ് ആത്തയെ ഓടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. അവർ ഉനിക്കോ ഗലേ ലഗാലേത്തെ. എന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു. ലടുക്ക, ഹം ഹി ആപ്കെ ബച്ചേ ഹെ, ഹം വാപ്പസ് ലൗട്ട് ആയേ ഹെ. അപ്പോൾ ആൺകുട്ടി പറയാണ്,
ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ്. ഞങ്ങൾ തിരിച്ചെത്തി. ഹം സനോബർ കെ പേട് സേ ഹി അപ്നെ ഘർ കോ പഹ്ചാൻ ഗയേ ഥേ. പൈൻ മരത്തിന്റെ അടയാളം വെച്ചിട്ടാണ് ഞങ്ങൾ വീട് തിരിച്ചറിഞ്ഞത്. പിത അച്ഛാ ഹി ഹുവാ ബേട്ടെ തും ആ തോ ഗയേ. അപ്പൊ പിതാവ് എന്താ പറയുന്നത്? നന്നായി മക്കളെ, നിങ്ങൾ വന്നോ. മാം മുझे പതാ താ കി ആജ് കോയി അച്ചി ബാത്ത് ഹോനെ വാലി ഹെ. അപ്പം അമ്മ പറയാണ്, എനിക്ക് അറിയാമായിരുന്നു ഇന്ന് എന്തോ നല്ല കാര്യം നടക്കാനുണ്ടെന്ന്. ആജ് സുബഹ് സുബഹ് ഹമാരെ പേട് കി ശാഖാവോ മേ ദോ പക്ഷി ബഹുത്ത് മിഠാസ് കി സാത്ത് ഗാ രഹേ ഥേ. ഇന്ന് രാവിലെ നമ്മുടെ മരച്ചിലിൽ ഇരുന്നു കൊണ്ട് 2 പക്ഷികൾ സന്തോഷമായിട്ട് മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു. മിഠാസ് കെ സാത്ത്, മധുരമായി പാടുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ലഡുക്ക ആജ് താരാബി പത്തിയോ കെ ബീച്ച് പഹലെ സേ കहीं ജ്യാദാ ചമക് രഹാ ഹേ. ഇന്നത്തെ നക്ഷത്രവും ആദ്യത്തിനേക്കാൾ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അബ് ഹമേ അപ്നാ ഘർ മിൽ ഗയാ ഹേ. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം വീട് ലഭിച്ചിരിക്കുന്നു. ഹമാരി ബഡ്കൻ ഖത്മ ഹോ ഗയാ ഹേ. ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. മാം ആവോ ബേട്ടെ ഹാത്ത് മോഹു ദോ ലോ മേ ഭോജൻ ലേത്തി ഹോം. വരൂ മക്കളെ, കൈയും മുഖവും കഴുകി വരൂ, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം എന്ന് അമ്മ പറയുകയാണ്. ബേട്ടി ടീക്ക് ഹേ മാം. അപ്പം മകള് പറയാണ്, ശരി അമ്മേ. അടുത്തത് ഇൻ വാക്യോം കെ രേഖാങ്കിത ശബ്ദവും പർ ധ്യാൻ ദേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. മേം തുമേ ലേ ജാവുങ്ക. ഞാൻ നിന്നെ കൊണ്ടുപോകും. ലേ ജാവുങ്ക, കൊണ്ടുപോകും എന്നാണ് അവിടെ. തും അപ്നാ ഘർ കൈസേ പഹ്ചാനോഗേ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട് തിരിച്ചറിയും എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. ഹം കിസി തര പൗഞ്ച് ജായേങ്കെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തും. കബി ന കബി ഘർ മിൽ ഹി ജായേഗ. ഒരു ദിവസം ഞങ്ങൾ വീട് കണ്ടെത്തും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? ഘർ മിൽ ഹി ജായേഗ, വീട് കണ്ടെത്തും. पेड़ के बीच से तारा दिखाई देता. മരത്തിന്റെ മധ്യത്തിൽ നക്ഷത്രങ്ങൾ ദൃശ്യമാകും. വഹ് ഭാഷ സുനായി ദേഗി. ആ ഭാഷ കേൾക്കും. बताए രേഖാങ്കിത ശബ്ദോं का संबंध वाक्य के किस शब्द से है. അടിവരയിട്ട വാക്കുകൾ ഏത് വാക്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ജാവൂങ്ക, ഞാൻ പോകും എന്നത് മേം, ഞാൻ പോകും എന്നത് മേം ആണ്. പഹ്ചാനോഗെ, ഞങ്ങൾ തിരിച്ചറിയും, തും. ജായേങ്കെ, പോകും, അത് ഹം, ഞങ്ങൾ. ജായേഗ, പോകും, എന്താണ്? ഘർ, വീട്. ദേഗ, താര. ദേഗ, തരും. ദേഗി, ഭാഷ. കഹാനി കെ കിസി മാർമിക് പ്രസംഗ പർ പടുക്കഥാക്ക ഏക് ദൃശ്യ ലിഖീം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കഥയിലെ ഏതെങ്കിലും ഒരു ഹൃദയസ്പർശിയായ സംഭവത്തെ അടിസ്ഥാനമാക്കി തിരക്കഥയുടെ ഒരു രംഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരക്കഥയുടെ രംഗം എഴുതിയത് നോക്കാം. അപ്പനെ ഘർ കാ കമര, സ്വന്തം വീട്ടിലെ റൂം. ശാം കാ സമയം, വൈകുന്നേര സമയം. സ്വന്തം വീടാണ്, സമയം വൈകുന്നേരമാണ്. ഏക് ബൂഢ ആദ്മി ഓർ ഉൻകി പത്നി ബഡ്തേ ഹേ. ഒരു വൃദ്ധനായ മനുഷ്യനും അയാളുടെ ഭാര്യയും ഇരിക്കുന്നു. ഏക് ലഡ്ക ഓർ ലഡ്കി ഉസ്കെ പാസ് ആത്തേ ഹേ. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവരുടെ അടുത്തേക്ക് വരുന്നു. ലഡ്കി ബാബ കുച്ച് ഗാനാ ദീജിയെ. പെൺകുട്ടി പറയാണ്, ബാബ ദയവായി എന്തെങ്കിലും കഴിക്കാൻ തരൂ. ബൂഢ പാസ് ആവോ ഹമാരെ സാത്ത് രഹോ. അടുത്തേക്ക് വരൂ, ഞങ്ങളോടൊപ്പം നിൽക്കൂ. ലഡ്ക ക്യോ, എന്തിന്?
बूढ़ा अगर हमारे बच्चे होते तो वे भी तुम्हारे जैसे होंगे बच्चे उन्हें गला लगाता है അപ്പം എന്താ ഞങ്ങളുടെ അഗർ ഹമാരെ ബച്ചെ ഹോത്തത് ഒരു പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ഉണ്ടായിരുന്നു എങ്കിൽ അവർ നിങ്ങളെ പോലെയാകുമായിരുന്നു കുട്ടികൾ അവരെ കെട്ടിപ്പിടിക്കുന്നു ലഡ്ക ഹം ബി ആപ്കെ ബച്ചെ എന്താണ് പറഞ്ഞത് ഹം ഹി ആപ്കെ ബച്ചെ ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ ലഡ്കി ഹാ ഹം ലൗട്ടായി അപ്പൊ പെൺകുട്ടി എന്താ പറയുന്നത് ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ തിരിച്ചെത്തി എന്ന് പറയാണ് ബൂഢ ഭഗവാൻ സബ് തുമാരി കൃപ അപ്പൊ വൃദ്ധൻ പറയുന്നത് എന്താണ് ഈശ്വര അല്ലെങ്കിൽ ദൈവമേ എല്ലാം നിന്റെ കൃപ ദൃശ്യ സമാപ്ത് ദൃശ്യം അവസാനിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ അപ്പനെ മാം ബാപ്പ് के पास आए बच्चे बड़ी खुशी में थे लड़का उसके बारे में डायरी लिखे तो वह कैसी होगी എന്നാണ് അടുത്ത ചോദ്യം അതായത് കുട്ടികൾ വളരെയധികം സന്തോഷത്തോടു കൂടി അപ്പനെ മാം ബാപ്പക്കെ പാസ് ആയേ ബച്ചെ ബഡി ഖുഷി में थे തൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തിയ കുട്ടികൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു ലഡുക്ക ഉസ്കെ ബാരമേ ഡയറി ലിഖേൽ ആൺകുട്ടി എന്ത് ചെയ്യുന്നു ഡയറി എഴുതുന്നു അപ്പോൾ ആ ഡയറി നമ്മളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് താരിഖ് കൊടുക്കണം ആജ് മേം और ബഹൻ കിത്തനെ ഖുഷി മേ ഹേ ഇന്ന് ഞാനും എൻ്റെ സഹോദരിയും എത്ര സന്തോഷത്തിലായിരുന്നു ഹമാരെ മാതാപിതാക്കോ ഹമേ വാപ്പസ് മില ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി മുझे अब भी विश्वास न रहा कि यह सच है ഇത് സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല യുദ്ധക്കെ समय दौड़कर दूर गए हमारे मन में हमेशा अपना घर था യുദ്ധം കാരണം ഇവിടെ നിന്നും ഓടിപ്പോയ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞങ്ങളുടെ വീട് മാത്രമായിരുന്നു സനോബർ പേട് പക്ഷി ആർ താരേക്ക് യാതെ മന്മേമ്പി സനോബർ പേടും അതുപോലെ തന്നെ നക്ഷത്രവും പക്ഷിയും അത് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ആ ഓർമ്മകളും ഞങ്ങളുടെ മനസ്സിലുണ്ട് ഹം ക്യാ ക്യാ മുസീബത്തേം സഹക്കർ യഹാ പഹുഞ്ചേ ഞങ്ങൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇവിടെ എത്തിയത് വഹാം കെ അഭിഭാവക് ബി അച്ഛേദേ അവിടെയുള്ള മാതാപിതാക്കളും നല്ലവരായിരുന്നു ലേക്കിൻ ഹം അപ്പനെ മാം ബാപ്പുക്കോ കൈസേ പോലും പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ എങ്ങനെ മറക്കും ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും വേ പക്ഷി ഹമാരെ ആകെ ഉടേ ആ പക്ഷികൾ ഞങ്ങളുടെ മുമ്പിൽ പറന്നു ബേച്ചാരെ മാം ബാപ്പ് ഹമേൻ ദേക്കർ ഖുഷി സേ രോയെ പാവം അച്ഛനും അമ്മയും ഞങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞു ഹം ബി ഞങ്ങളും മൻ അബ് ശാന്ത് ഹെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ് അത്രയാണ് ഡയറി എഴുതിയിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലഡ്ക അപ്പന ദേശ് ജാനാ ചാത്താ ഹെ ആൺകുട്ടി തൻ്റെ ദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഈ സംബന്ധമേ ഉസ്നെ അപ്പനി ഡയറി മേ ലിഖ ആ കാര്യം അവൻ്റെ ഡയറിയിൽ എഴുതുന്നു ഡയറി കാ അംശ കൽപ്പന കർക്കെ ലിഖിയ ആ ഡയറിയുടെ ആ ഭാഗം നിങ്ങളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ഡേറ്റ് നിങ്ങൾ എഴുതണം ദേശ് മേം ശാന്തി ആയി ദേശത്ത് സമാധാനം തിരിച്ചു വന്നു ഹം ബി ലൗട്ട് സക്തേ ഹേ ഞങ്ങളും തിരിച്ചെത്തി ലേക്കിൻ അഭിഭാവക് ഹം ബി ലൗട്ട് സക്തേ ഹേ ഞങ്ങൾക്കും തിരിച്ചു പോകാമെന്നാണ് കേട്ടോ ഞങ്ങൾക്കും തിരിച്ചു പോകാൻ സാധിക്കും തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള ഡയറിയാണ് ലേക്കിൻ അഭിഭാവക് അനുമതി നെയ്തേ രഹേ പക്ഷേ അഭിഭാവക് അവിടെയുള്ള മാതാപിതാക്കൾ ഞങ്ങൾക്ക് അനുമതി നൽകുന്നില്ല വേ ക്യാ ഹമേം അനുമതി നെയ്യും ദേ രഹേ ദേ ക്യാ മാതാപിതാ ജീവിത ഹേ
നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? വേ ക്യാ ഹമ്മേ പഹ്ചാൻ ലേംഗെ, അവർ ഞങ്ങളെ തിരിച്ചറിയുമോ? ദേശ് ജാനെ കാ രാസ്ത തോ ഹം നഹീ ജാൻതേ, സ്വന്തം ദേശത്തേക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴി ഞങ്ങൾക്ക് അറിയുകയില്ല. കിസി സേ മദദ് മിലേഗി, ആരെങ്കിലും ഞങ്ങളെ സഹായിക്കുമോ? മാതാപിതാക്കി ബഹുത്ത് യാദ് ആത്തി ഹെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു, അവരുടെ ഓർമ്മകൾ വരുന്നു. ജോ ബി ഹോ ദേശ് ജാനാ ഹി ഹെ, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ദേശ് ജാനാഹി ഹെ, ദേശത്തേക്ക് പോകും, ഞങ്ങൾക്ക് ദേശത്തേക്ക് പോകണം എന്ന് പറയണം. ജോ ബി ഹോ, എന്ത് തന്നെ സംഭവിക്കാലും, എന്തെങ്കിലും സംഭവിക്കട്ടെ, ദേശ് ജാനാഹി ഹെ, ദേശത്തേക്ക് പോകണം, എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് സ്വന്തം ദേശത്തേക്ക് പോകണം എന്നാണ് കുട്ടി ഡയറി എഴുതിയിരിക്കുന്നത്. അടുത്തത് യുദ്ധ കെ ശിക്കാർ ബനനെ ഹെ बेकसूर लोग इसका ഉല്ലേഖ करते हुए പോസ്റ്റർ തയ്യാർ കരെ, പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കിയത് നോക്കാം. നിരപരാധികളായ ജനങ്ങൾ യുദ്ധത്തിനിരയാകുന്നു എന്ന് പ്രസ്താവിക്കുന്ന ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ യുദ്ധ വിനാശകാരി ഹെ, യുദ്ധം വിനാശകരമാണ്. युद्ध के शिकार बनते हैं बेकसूर लोग, യുദ്ധ വിനാശകാരി ഹെ, യുദ്ധം വിനാശകരമാണ്. യുദ്ധ കെ ശിക്കാർ ബൻതേ ഹെ ബേകസൂർ ലോഗ്, നിരപരാധികളായ ആളുകൾ യുദ്ധത്തിന് ഇരയാകുന്നു. യുദ്ധ സേ ന കഹേം, യുദ്ധം വേണ്ടെന്ന് പറയുക. അതാണ് നമ്മൾ ഇവിടെ പോസ്റ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗർ പേട് ഓർ താരേ കി യാദ് എന്ന ലോകകഥയിലെ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.